മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുന്ന വന്യമൃഗങ്ങളെ മാനസികമായി പോലും പീഡിപ്പിക്കാൻ പാടില്ല എന്ന മനോഭാവത്തിൽ നിയമങ്ങളുണ്ടാക്കുന്ന വനപാലകരും നിയമപാലകരും ഭരണകർത്താക്കളുമുള്ള നാട്ടിൽ സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടും. മനുഷ്യൻ കൊലയാളിയാണെങ്കിൽ അവനെ തൂക്കിക്കൊല്ലുവാൻ ഈ നാട്ടിൽ നിയമമുണ്ട്. മനുഷ്യ സമൂഹം അക്രമാസക്തരായാൽ കാഴ്ചയിൽ തന്നെ വെടിവെച്ചു കൊല്ലുവാൻ ഇവിടെ നിയമമുണ്ട്. എന്നാൽ മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുന്ന വന്യമൃഗങ്ങളെ മാനസികമായിട്ട് പോലും പീഡിപ്പിക്കുവാൻ പാടില്ല എന്നുള്ള മനോഭാവത്തില് വനപാലകരും നിയമപാലകരും ഇവിടെ ഭരണകർത്താക്കളും ഇറങ്ങിച്ചെല്ലുമ്പോൾ സാധാരണ മനുഷ്യൻ എങ്ങനെ ഈ ഭൂമികയിൽ ജീവിച്ചു പോകും? സാധാരണ മനുഷ്യന് കൃഷിക്കാരനോ അധ്വാനിക്കുന്നവനോ അല്ലാത്തവനോ ആയിക്കൊള്ളട്ടെ, ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം വന്യമൃഗങ്ങളുടെ മുമ്പിൽ വെച്ചുപേക്ഷിച്ച് ജീവൻ വെടിഞ്ഞു പോകുവാനുള്ള ഗതികേടിലേക്ക് ഇന്നത്തെ വനസംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ളത് 1972 എഴുതപ്പെട്ട വനസംരക്ഷണ നിയമം പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത നിയമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് ആവർത്തിച്ചു വരുന്ന സാഹചര്യത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടത്തിയ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കത്തീഡ്രൽ ഗ്രോട്ടോ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലിയിൽ രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു. രൂപതാ പ്രസിഡന്റ് ജോമി കൊച്ചുപറമ്പിൽ, ഡയറക്ടർ ഫാദർ മാത്യു പാലക്കുടി, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.